നൃത്ത പഠനത്തിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ ചില്ലറത്തുട്ടുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് 1ാം ക്ലാസ്സുകാരി. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ തന്റെ ലഘുസമ്പാദ്യം നൽകാൻ അടിമാലിക്കാരിയായ അഗ്നിമിത്ര എന്ന കൊച്ചുമിടുക്കി തീരുമാനിക്കുകയായിരുന്നു. 1996 രൂപയാണ് അഗ്നിമിത്രയുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത്. അടിമാലി മന്നാങ്കാല ഇടപ്പറമ്പിൽ അമൽരാജ് ശരണ്യ ദമ്പതികളുടെ മകളാണ് 1ാം ക്ലാസ്സുകാരിയായ അഗ്നിമിത്ര. നൃത്ത പഠനത്തിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങാൻ അഗ്നിമിത്ര ചില്ലറത്തുട്ടുകൾ സ്വരുക്കൂട്ടിയിരുന്നു. ഇങ്ങനെ സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകളാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കൊച്ചുമിടുക്കി സംഭാവന ചെയ്തിരിക്കുന്നത്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ നാണയത്തുട്ടുകൾ നൽകിയാലോ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിനു മുന്നിൽ ഒട്ടും മടിയില്ലാതെ തന്റെ കൊച്ചു സമ്പാദ്യം വിട്ടു നൽകാൻ അഗ്നിമിത്ര തീരുമാനിക്കുകയായിരുന്നു. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായഹസ്തങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞ് 6 വയസ്സ് മാത്രം പ്രായമുള്ളൂവെങ്കിലും താൻ സ്വരൂപിച്ച 1 ലക്ഷത്തിന് വേണ്ടി സ്വരൂപിച്ച പൈസ ആ കുടുക്ക പൊട്ടിച്ച് ഈ നിധിയിലേക്ക്, വയനാട് നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ കാണിച്ച ആ സന്മനസ്സിന് ഈ നാട് ഒന്നടങ്കം ആദരിക്കപ്പെടേണ്ടതാണ്. ഇവിടെ കുഞ്ഞുമോൾ നടത്തിയ ആ ധീരമായ ഒരു നിലപാട് തീർച്ചയായിട്ടും നമ്മുടെ മറ്റ് കുട്ടികളിലും അതുപോലെ മുതിർന്നവരിലെല്ലാം തന്നെ ഒരു പ്രചോദനമാകട്ടെ. ഈ വയനാട്ടിലെ മുണ്ടക്കയും ചൂരൽമലയും ആ പഴയ നിലയിലേക്ക് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഗവൺമെൻറ്റിന് വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാടൊന്നടങ്കം ഇതിന് പിന്നിലുണ്ട്. കേരളം ഒരു മനസ്സോടുകൂടി ഇതിന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1996 രൂപയായിരുന്നു അഗ്നിമിത്രയുടെ സമ്പാദ്യമായി ഉണ്ടായിരുന്നത്. ഈറ്റ കാട്ടുപള്ളി തഴത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ അഗ്നിമിത്രയുടെ വീട്ടിലെത്തി ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, അടിമാലി. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Thodupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Thodupuzha.